കൊല്ലം സുധിയുടെ മകൻ കിച്ചു. കിച്ചു കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ, മൈ ലൈഫ് സ്റ്റോറി. കുറേ പേര് ഈ കിച്ചുവിനോട് ലൈഫ് എങ്ങനെ പോണടാ, ലൈഫ് അതെ ലൈവൊക്കെ ചില ദിവസം ഇടുമ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കും ലൈഫൊക്കെ എങ്ങനെ പോകുന്നു. മിക്ക ദിവസവും പറയാറില്ല. ഇപ്പൊ എന്തോ പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ടൈറ്റിൽ കിച്ചു സുധി ലൈഫ് സ്റ്റോറി, കൊല്ലം സുധി റാണു ഫാമിലി. ഓക്കെ, രണസുനയുടെ ഫാമിലിയുടെ കിച്ചു എന്തൊക്കെയോ പറയുന്നുണ്ട്. ഓക്കെ, സെഡ് ആകുന്നു എന്ന് തോന്നുന്നു. സോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പൊ ട്രെൻഡിങ് നിൽക്കില്ലേ രേണു, അതുകൊണ്ട് എല്ലാവരും കമന്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ടാവും ലൈഫ് സ്റ്റോറി. സോ അങ്ങനെ സ്റ്റോറി പറഞ്ഞത് ഒരു ട്രാജഡി കഥയായിട്ട് മാറി. അതും 20% മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മനസ്സിലാവും. സോ ആ 20% തന്നെ മനസ്സിലായി എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്നെ സ്വന്തം അമ്മ വിട്ടിട്ട് പോകുന്നു, പാവം. രണ്ടാമതൊരമ്മ വരുന്നു, അവരും എന്തൊക്കെയോ പ്രശ്നമാവുന്നു, പൈസ കൊടുത്ത് സെറ്റിലാക്കുന്നു. മൂന്നാമതൊരമ്മ, നിങ്ങൾക്കിപ്പോൾ അറിയായിരിക്കും, രണസുത. സോ അവരും എന്താ പ്രശ്നം, എന്നിട്ട് എവിടെയൊക്കെയോ പോകുന്നു. കൊല്ലത്തുനിന്ന് കോട്ടയത്ത് വരുന്നു, പാവം ചെക്കൻ. അത്രയും ഡ്രോമ. സോ അത് കഴിഞ്ഞിട്ട് സുധി മരിക്കുന്നു. ഇതറിഞ്ഞ് യവനെ വീട്ടിൽ നിന്നിട്ട് അവിടെ എറണാകുളം വരെ കൊണ്ടുപോയപ്പം കൂടെ വണ്ടിയിലിരുന്നവർ വെള്ളം അടിക്കുന്നു, 5 സ്റ്റാർ ഹോട്ടലിൽ കയറുന്നു, എന്തൊക്കെ കാണിക്കുന്നു. അതുമല്ല, യവൻ ഇവിടെ സങ്കടപ്പെട്ട് കാറിലിരിക്കുന്നെന്ന്. ഇവന്മാര് ഇതൊരു ടൂറ് പോകുന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മരണച്ചെലവ് 1,89 കൈ കൊണ്ട് കൊടുക്കുന്നു ബില്ല്. അതാര്? തങ്കൻ, അറിയായിരിക്കും നിങ്ങൾ. സോ ഇവൻ നേരിട്ടിറങ്ങി എല്ലാ ബില്ലും അന്വേഷിച്ച് വന്നപ്പം 1,89 എന്നുള്ളത് 80 ഒതുങ്ങി. കുറച്ചാണ്, ഒരു 89 ഒന്നെങ്ങനെ കുറഞ്ഞു? അവിടെ നിന്ന് മുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് പേർ. ഇങ്ങനെയൊക്കെ അടുത്ത് പയ്യൻ അങ്ങനെ ആരും നോക്കാനില്ലാതെ വഴിതെറ്റി ലഹരിയിലോട്ട് കടന്നു പോകുന്നു. എന്നിട്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഇപ്പം നേരെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ എന്തൊക്കെ ജീവിതമാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ പുറത്ത് കാണും പോലെ അല്ല എല്ലാവരും. അവരുടെയൊക്കെ ഉള്ളിൽ എന്തുമാത്രം കഥകൾ. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത്രയും അവൻ്റെ ഒരു ചെറിയ 20% ലൈഫ് സ്റ്റോറി എന്നാണ് പറഞ്ഞത്. അതിൽ നിന്ന് കേട്ടതാണ് ഇത്രയും. കൊള്ളാം. നിങ്ങൾ വീഡിയോ ഫുള്ളിരുന്ന് കണ്ടു നോക്കുക, നമുക്കെല്ലാം കാണാം. എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളതൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പലപ്പോഴായിട്ട്. കിച്ചു ഇന്നലെയാണ് മൈ ലൈഫ് സ്റ്റോറി എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം രേണു സുധി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോൺട്രവേഴ്സി ഒന്ന് കുറഞ്ഞപ്പോൾ അതെ രേണു സുധി തന്നെ കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കുകയാണ് എല്ലാവർക്കും. സ്വന്തം നാറാൻ വേണ്ടി, നാറിയിട്ടാണെങ്കിലും ഒരു കോണ്ടന്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഹനാൻ പറഞ്ഞ ഗർഭക്കേസും അബോഷനൊക്കെ ആയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ എടുത്തിട്ടിരിക്കുന്നു. ഇതെന്തിനു പറയും? ബിഗ് ബോസിന്റെ സമയത്ത് വന്ന ഒരു കോൺട്രവേഴ്സിയാണ്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം രേണു വേറെ ലേഡിയുടെ ചാനലിൽ നിന്ന് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, മീഡിയ വെച്ച് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ പേരിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഹനാന്റെ വോയിസ് വേറെ ഏതൊരു പേജിൽ വന്നു എന്നൊക്കെ പറഞ്ഞ് രണ്ടാമതും രേണു സുധി എടുത്ത് വെച്ച് കോൺട്രവേഴ്സി ആക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് കുറച്ചൊക്കെ ആൾക്കാർ ഏറ്റുപിടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ രേണു സുധിക്ക് അങ്ങനത്തെ ഒരു കോൺട്രവേഴ്സി തപ്പിക്കൊണ്ട കാര്യമില്ല. കിച്ചു തന്നെ അത്യാവശ്യം ഏറെ കേരള ഐറ്റങ്ങളും കോൺട്രവേഴ്സിയുള്ള സാധനമൊക്കെ ആ വീഡിയോനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ കൊല്ലം സുധി എന്തോ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് കണ്ടു നോക്കണം. മരിച്ചൊരു വ്യക്തിയാണ്, എന്നാലും പറയാതെ ഇരുന്നിട്ട് കാര്യമുണ്ട് തോന്നുന്നില്ല. എന്ത് വൃത്തികെട്ട ഒരു അച്ഛനായിരുന്നു എന്നുള്ളത്. സീരിയസ്ലി മാൻ, ഇയാളുടെ പേഴ്സണൽ ലൈഫ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു വീഡിയോനകത്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കടം വാങ്ങുക, കള്ളു കുട്ടിക്കുക, സ്ത്രീ വിഷയത്തിൽ മഹാലമ്പ്. മരിക്കുന്ന ആ ഒരു സമയത്താണ് ഇയാളൊന്ന് നന്നായി എന്നുള്ള രീതിയിലുള്ള ഒരു തോന്നിക്കൽ ബാക്കിയുള്ളവർക്ക് തോന്നിച്ചിട്ടെങ്കിലും ഉള്ളത്, അല്ലെങ്കിൽ അയാൾ സ്വയം അങ്ങനെ ജീവിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം ദുരന്തറായിരുന്നു ഇയാൾ പേഴ്സണൽ ലൈഫിൽ. അപ്പം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരച്ഛൻ 3 അമ്മ സെറ്റപ്പിൽ വളർന്ന കിച്ചു. 3 പേരും. കിച്ചുവിൻ്റെ ട്രോമ എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പയ്യൻ റിലേറ്റഡ് ആയിട്ടും കുറേ അധികം വിഷയങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പയ്യനാണ്, അവനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. അവൻ്റെ ജീവിതം ജീവിച്ചു പോട്ടെ. അവൻ അനുഭവിച്ച ലൈഫിൻ്റെ പല ഫേസുകളും നമുക്കൊന്നും ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണെന്നുള്ളതൊക്കെ ഞാൻ പേഴ്സണലി മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ആ സാധനങ്ങളൊന്നും എടുത്തു വെച്ച് വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഈ പയ്യൻ്റെ ലഹരി ഉപയോഗവും അതുകൊണ്ടുണ്ടായ വിഷയങ്ങളും അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം കിച്ചു തന്നെ കുറേ കാര്യങ്ങൾ വീഡിയോനകത്ത് തുറന്നു പറയുകയാണ്. അപ്പോൾ നമുക്ക് കിച്ചുവിൻ്റെ വീഡിയോ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ലൈഫ് സ്റ്റോറി എൻ്റെ, അതായത് 2004 ഞാൻ ജനിക്കുന്നു. ആദ്യം എൻ്റെ സ്വന്തം അമ്മ ശാലിനി എന്നാട്ട എൻ്റെ സ്വന്തം അമ്മയുടെ പേര്. അപ്പം ഞാൻ തൃശ്ശൂരാണ് ജനിക്കുന്നതും. അപ്പം ആ സമയത്തുള്ള എൻ്റെ ഓർമ്മകൾ എന്താന്ന് വെച്ചാൽ
അടിയാണ്. രണ്ടുപേരുടെയും ഭയങ്കരമായിട്ടുള്ള അടിയാണ് എൻ്റെ ഓർമ്മയിലുള്ള ആ ഒരു സമയം ഇങ്ങനെ ആലോചിക്കുമ്പോൾ. പിന്നെ ഓർമ്മയെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ സ്കൂട്ടർ എടുത്ത് എവിടെ പോകാനായിട്ട് എത്തുന്നു. ഞാൻ ഭയങ്കര കരച്ചില്ല, കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അങ്ങനെ സ്വന്തം അമ്മ ഇപ്പം എന്തോ എൻ്റെ 2-1.5 വയസ്സിലുള്ളപ്പം വേറൊരാളുടെ കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള സംഭവം കേട്ടോ ഈ സ്കൂട്ടറിന്റെ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ സമയത്ത് അച്ഛനൊരു സ്കൂട്ടർ എടുത്ത് എന്തോ എവിടെ പോകാനായിട്ടേക്ക്. ഞാനും പറഞ്ഞു ഞാനും വരുന്നു. അച്ഛൻ പറഞ്ഞു വരണ്ട ഇവിടെ നിന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. കൂട്ടുകാരൻ്റെ സ്കൂട്ടറും കണ്ട ആ സ്കൂട്ടർ എടുത്തോണ്ടാകുവാണ്. ആ സ്കൂട്ടറും എടുത്തോണ്ട് പോയിട്ട് പുള്ളി സൂയിസൈഡ് ചെയ്യാനായിട്ടെങ്ങാണ്ട് നോക്കിയതാ. നേരെ ഒരു ലോറിയുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടിടിക്കാനൊക്കെ പോയി. പക്ഷെ രണ്ടുപേർക്കും ഒന്നും പറ്റിയില്ല. ഒരു കടത്തിന്റെ ഫ്രണ്ടിൽ പോയി രണ്ടുപേരും ഇരുന്ന് ഞാൻ കരഞ്ഞു. എനിക്കും ഒന്നും പറ്റിയില്ല. അച്ഛന്റെ മുട്ട് മാത്രം മുറിഞ്ഞു. അതൊക്കെയാണ് എനിക്ക് എൻ്റെ ആ ടൈമിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞത്. നോർമലി നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അനുഭവിക്കേണ്ടി വന്ന വിഷയങ്ങളല്ലാത്തത് കൊണ്ടും മോസ്റ്റ് മെജോറിറ്റി ആളുകളുടെ ലൈഫിൽ ഇങ്ങനത്തെ ട്രോമകൾ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടും ഈ കുട്ടിക്കാലം നമുക്ക് ഇമാജിൻ ചെയ്തെടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ വിഷമം മനസ്സിലാക്കാനോ കുറച്ച് പാടായിരിക്കും. ഇത് കണക്ട് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷേ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ണടച്ചിരുന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു അലമ്പ് സെറ്റപ്പിലേക്ക്, ഒരു അലമ്പ് ഫാമിലി സെറ്റപ്പ്. അച്ഛൻ മദ്യപാനി, അച്ഛനും അമ്മയും തമ്മിലായിട്ട്. വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും ഇതിനെ പറ്റി അറിയായിരിക്കും. കാരണം മിക്ക വീട്ടിലും മദ്യപാനമുണ്ടേ. ആ അടി കാരണം നമ്മൾ ജനിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം, അത് ഒരു 1-2 വർഷത്തിനുള്ളിൽ അമ്മ വേറെ ആളൊപ്പം പോകുന്നു. നിങ്ങൾ ആലോചിക്കും, അമ്മയുടെ കേരളം അത്രയും വേണ്ട സമയത്താണ് അമ്മ വേറെ ആളൊപ്പം പോകുന്നത്. അച്ഛനാണെങ്കിൽ ഫുൾ ടൈം മദ്യപാനം, കടമാകലും, ചീത്തകളും, തെറികളും, ഈ പറഞ്ഞ പോലെ കുട്ടിയുണ്ട് അല്ലെങ്കിൽ ജീവിതമുണ്ട് എന്ന് പോലും നോക്കാതെ കുട്ടിയെ ബൈക്കിലിരുത്തി ഏതോ ഒരു പാണ്ടിലോർക്ക് അടവയ്ക്കാൻ പോയെന്ന്, എങ്ങനെയോ രക്ഷപ്പെട്ട് മുട്ടുമുറിഞ്ഞ് വന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത്. നോക്കാതെ മരണത്തിന് വേണ്ടി കീഴടങ്ങാൻ ഓടുന്ന വെമ്പൽ കൊണ്ട് ഓടുന്ന അച്ഛൻ. ഈ ഫാമിലി സെറ്റപ്പിൽ വളരെയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ ഇനി ഇല്ലായ്മ ആയിപ്പോയി. അന്ന് അവരത് അത്രത്തോളം ഇതെങ്ങനെ സങ്കടം വന്ന് കരയാൻ കുട്ടികൾക്ക് അടിയിട്ട് വരും, ചീത്ത കേൾക്കുമ്പോൾ കരയായിരിക്കും, ആ ഒരു ഭീകര അന്തരീക്ഷത്തിൽ കരയായിരിക്കും, അലമ കൊണ്ട് കരയാം. വളർന്നു വന്നിരുന്ന് ഇന്ന് ഈ പയ്യൻ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അവൻ ആ ട്രോമ അവൻ വിട്ടു പോകുന്നില്ല. പിന്നെ ഗതികേട് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, അന്ന് അനുഭവിച്ചത് ഇന്ന് വന്നിരുന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ അവൻ്റെ. ഈ ഒരു അവസ്ഥ, ഇതിനാണ് ഗതികേട് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഈ അവസ്ഥയിൽ ഒപ്പം നിൽക്കാൻ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് പേര് കാണും. ഇപ്പോൾ മലയാളികൾ തന്നെ ഈ കൊല്ലം സുധീന മരണശേഷം രേണുവിൻ്റെ കരച്ചിൽ കണ്ടിട്ടോ രേണു കണ്ടിട്ടോ കൊടുത്തൊരു അതെ രേണുവിനെയോ രേണുവിന്റെ സെന്റിമെന്റിലോ വീണിട്ടല്ല വീട് വരെ കിട്ടിയത്. കിച്ചു ഈ ഒരു പയ്യന് വേണ്ടിയിട്ടാണ് വീട് വരെ കിട്ടിയത്. എക്സ്പെൻസോ വീടോ അല്ലെങ്കിൽ സഹായങ്ങളോ അല്ല, 2 മക്കളെ ആലോചിച്ചിട്ട്. അതിൽ ഏറ്റവും കൂടുതൽ കിച്ചുവിൻ്റെ മുഖം കണ്ട് നമ്മൾ വന്നവരായിരിക്കും എല്ലാവരും. ഞാൻ ഈ പയ്യൻ പോസ്റ്റ് മെസ്സേജ് ഒക്കെ അങ്ങനെയായിരുന്നു. എനിക്ക് ഈ പയ്യൻ എന്നുള്ള ആ ഒരു ഇവനെന്ത് ചെയ്യും എന്നൊരു തോന്നുന്നത് ആ തോട്ടാണ്. മനസ്സിലായോ? ഇങ്ങനത്തെ ഫാമിലി സെറ്റപ്പിൽ ഒരു കുട്ടികളും വളരാതിരിക്കുക, അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനത്തെ ഒരു ട്രോമ ചെറുപ്പത്തിൽ കിട്ടാതിരിക്കട്ടെ. അവസ്ഥയാണ് ഇത്, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ അച്ഛനമ്മമാർ എന്താ പറയുക, നിങ്ങൾ സ്റ്റേബിൾ അല്ല, നിങ്ങൾ ഓക്കെ അല്ല. ഒരു കുട്ടി ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് കുട്ടിയെ മര്യാദ നോക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിങ്ങൾ ജീവിതം പോകുന്നത്. നിങ്ങൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാതിരിക്കുക. അത് ഇനിയെങ്കിലുള്ള ജനറേഷനിലുള്ള ആളുകൾ ദയവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, തീരുമാനം എടുക്കുക. ഞങ്ങൾ ഓക്കെ അല്ല, അതുകൊണ്ട് വേണ്ട, ഞങ്ങൾക്ക് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കെയർ കൊടുത്ത് നമുക്ക് വളർത്താൻ പറ്റില്ല എന്നുള്ളത് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഓപ്ഷൻ പോകാം. ഇത് ഉണ്ടാക്കും എന്നിട്ട് ലാസ്റ്റ് അവർക്കുള്ള ട്രോമ ഫുൾ കൊടുക്കും. സൊസൈറ്റിയിൽ അവർ വളരുമ്പോൾ അവരൊരു നെഗറ്റീവ് എലമെന്റ് ആയിട്ട് വളരും. ആ ട്രോമ അവർ കൊണ്ട് നടക്കും. അപ്പോൾ ബാഡ് ഐറ്റോടെ ചെക്കൻ്റെ ഗതികളെ ഞാൻ ആലോചിച്ച് നോക്കുന്നത്. വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ വന്നല്ലോ പോയി. ബാക്കിയേക്കാം. ഞങ്ങൾ എൻ്റെ 2-3 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞാനും അച്ഛനും കൊല്ലത്ത് വന്നു. പിന്നെ എന്നെ നോക്കുന്നത് അച്ചാമ്മ, വല്യമ്മ, വച്ചല്ലേ, പിന്നെ എനിക്ക് 2 അനിയത്തിമാരുണ്ട്, പാറൂട്ടി, ചേച്ചി. അവരുടെ ഒപ്പമൊക്കെ ആയിരുന്നു എൻ്റെ ആ ഒരു 5ാം ക്ലാസ് വരെ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി, വീണ എന്ന് പറയുന്നത്. അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോൺടാക്റ്റേ ഇല്ലാതായി. എന്നാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും. ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം ഒന്ന് കാണും. എനിക്ക് എന്തോ ഞാൻ ആയിട്ട് ഞാൻ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുൽക്കൂട്ടാന്ന് വിളിച്ചോണ്ട് അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. ഈ രേണു ഡിനൈ ചെയ്തൊരു കല്യാണം എലമെന്റാണ് സുധീയുടെ ജീവിതത്തിൽ വീണ എന്ന് പറയുന്നത്. ഈ ചെക്കനിപ്പോൾ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടില്ല. ഈ വീണ അതിനിടയിൽ വന്നിട്ട് അവരൊരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. രേണു സപ്പോർട്ടേഴ്സ് ഒരുപാട് പേര് ഇറങ്ങി തിരിച്ച് വീണയ്ക്കെതിരെ പറയലും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഈ സ്കീം, സുധീയുടെ മരണശേഷം സുധി എന്ന് പറഞ്ഞ സ്കീം പിടിക്കുന്നത് റീച്ചിന് വേണ്ടി, ആ ഒരു ഫെയിമിന് വേണ്ടി, ലൈം ലൈറ്റിന് വേണ്ടി അങ്ങനെയായിരുന്നു ഫസ്റ്റ് കാലങ്ങളിൽ എന്നുള്ളൊരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെ പല സംഗതികളും ആ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ചെക്കൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഓക്കെ സുധി മരിച്ച ഒരാളെ കുറിച്ച് പറയുന്നത് മോശമാണെന്ന് അറിഞ്ഞാലും ഞാൻ പറയാലോ, ഇങ്ങനത്തെ ഒരു തന്ത ഉള്ള കാര്യം പറയാലോ. ഞാൻ ഇതിന് മുമ്പ് ഷാലു പയ്യാടിൻ്റെ വോയിസ് വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിനകത്ത് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സുധി കൊല്ലം സുധി മരണശേഷമാണ് പുണ്യാളായത്. മരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തർക്കാ പാപ്പന്ന് കുറഞ്ഞു പോകും. അതിലും അവസ്ഥയാണ് ദുരന്തം എന്ന് പറഞ്ഞാൽ അട്ടവടല ദുരന്തം. അങ്ങനത്തെ ഒരു ലൈഫായി ചങ്ങായി നയിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ കള്ളും പെണ്ണും പൈസ കടമാങ്ങളുമായിട്ട് അങ്ങനത്തെ ഒരു കുത്തഴിഞ്ഞ ജീവിതം. ഇപ്പോൾ ഈ പയ്യൻ്റെ ഗതികേട് നിങ്ങൾ ആലോചിക്കുക. ഒരച്ഛൻ, 3 അമ്മ, അതിൽ ആദ്യത്തെ സ്വന്തം അമ്മയെ കണ്ട ഓർമ്മ പോലും പയ്യനില്ല. അടുത്ത അച്ഛൻ കല്യാണം കഴിച്ച ഒരു വ്യക്തി ഇവനെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യുന്നു.
ഇങ്ങനത്തെ ഒരു ഗതികേട് സെറ്റപ്പിൽ വളർന്ന പയ്യൻ, ഞാൻ ഇന്നലെ ഇപ്പം വീഡിയോ ഇവൻ്റെ ഹരിയെക്കുറിച്ച് പറയുന്നുണ്ട്, ഉപയോഗത്തെക്കുറിച്ച് പറയാം. ഞാൻ ആലോചിച്ചു പോയി എങ്ങനെ ലഹരിക്ക് ഉപയോഗിക്കാതിരിക്കും. നോർമൽ ജീവിതത്തിലൊരു കുട്ടി കിട്ടുന്നത് ഒറ്റപ്പെടുത്തൽ, സങ്കടം, ട്രോമ, പിന്നെ ഈ അച്ഛനില്ലാതാവുന്നത്. എന്തൊക്കെ പറഞ്ഞാലും എൻഡ് ഓഫ് ദ ഡേ അച്ഛൻ എന്ന് പറയുന്ന അച്ഛനാണ്. ആ അച്ഛൻ നമുക്ക് തരുന്ന ഒരു തരം മെന്റൽ സപ്പോർട്ട്. അയാൾ ഒന്നും ചെയ്തെങ്കിലും അച്ഛൻ, നമ്മൾ അച്ഛൻ നോക്കി വിടുന്ന മെന്റൽ സപ്പോർട്ട് നമുക്ക് സ്ട്രെങ്ത് ആണ്. അച്ഛന്മാർ എന്ന് പറയുന്നത് അമ്മ പോലെ തന്നെയാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് അച്ഛൻ എന്ന് പറയുന്നത് ഒരു തരം സ്ട്രെങ്താണ്. അത് ഈ പയ്യൻ ഭയങ്കരമായിട്ട് കൊണ്ടുവന്നിരുന്നു. പെട്ടെന്ന് അച്ഛനോടില്ലാതെ ഒരു ദിവസം അങ്ങനത്തെ ഒരു ഗതികേടിൽ വളർന്നൊരു പയ്യൻ, ഇത്രയും റിജക്ഷൻ കിട്ടി, ഇത്രയും ഒറ്റപ്പെടലിലൂടെ വളർന്നൊരു പയ്യൻ വഴി തെറ്റിയില്ലെങ്കിൽ ഒന്നും പറയാനില്ലയോ. അത് എല്ലാം ഫെയിലായിപ്പോയി. അച്ഛൻ വീട്ടുകാരും ഫെയിലായിപ്പോയി, അമ്മ വീട്ടുകാരും ഫെയിലായിപ്പോയി, സുഹൃത്തുക്കളും ഇല്ല, കംപ്ലീറ്റ്ലി ഇല്ലാതാവുന്ന അവസ്ഥ. 5ാം ക്ലാസ്സിൽ വെക്കേഷൻ ആ ടൈമിൽ ഞങ്ങൾ എറണാകുളത്ത് നിൽക്കുക, ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇങ്ങനെ എറണാകുളത്ത് നിൽക്കുന്ന കുറെ നാൾ എറണാകുളത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ഒരു വീഡിയോ കോളിൽ ഇപ്പൊ കാണുന്ന അമ്മയില്ലേ, ഗണുസുതി, ഗണുസുതി ആദ്യം അമ്മനെ വീഡിയോ കോളിൽ കാണുന്ന ആ ടൈമിൽ ഭയങ്കര കമ്പനി അമ്മയായിട്ട്. ഇപ്പൊ കാണുന്ന അമ്മ രേണുസുതി, അതിലുണ്ട് എല്ലാം അതിനകത്തുണ്ട്. സ്വന്തം അമ്മ എന്ന് പറയുമ്പോൾ ആ പയ്യനൊരു ഇമോഷൻ ഫീൽ ചെയ്തു. ബീനയുടെ കാര്യം പറയുമ്പോൾ അതില്ല, അതായത് ഇഗ്നോർ മോഡാണ്. ഇത് രേണുസുതി ഇപ്പൊ കാണുന്ന അമ്മ എന്ന് പറയുമ്പോൾ ഒരു പുച്ഛം, ഒരു കളിയാക്കൽ, ഒരു പരിഹാസം, അതൊക്കെയാണ് അങ്ങനെയല്ലേ നടക്കുന്നത്. അതുകൊണ്ടാണ് അവന്റെ മുഖത്തും അവന്റെ സംസാരത്തിൽ എനിക്ക് പേഴ്സണലി ഫീൽ ആയിരുന്നു. എഗെയിൻ ഞാൻ പറഞ്ഞു, കൊല്ലം സുധിയുടെ കുറേ ബന്ധങ്ങൾ, കൊല്ലം സുധിയുടെ വഴിവിട്ട ജീവിതം. അപ്പോൾ രേണു സുധീനെ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ കോളാന്ന് പറയുന്നു, ഈ പയ്യൻ കമ്പനി ആയി എന്ന് പറയുന്നു. ഓബിയസ്ലി കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് എന്ന് അറിയുന്ന രേണു മകനായിട്ട് കമ്പനി ആവാതിരിക്കുന്നില്ല. ലേറ്റ് ഓൺ ഇപ്പോഴും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല മീഡിയാസിനോടും രേണു പറയുന്നത്, അയ്യോ കിച്ചു ഞാൻ ഭയങ്കര കമ്പനിയാണ്, കിച്ചു എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ വിളിച്ച് ചെയ്യുന്ന ഒരാൾ ഈ രീതിയിൽ രേണു സുധി ഇൻട്രോഡ്യൂസ് ചെയ്യില്ല. സ്വന്തം ലൈഫ് സ്റ്റോറി പറയുമ്പോൾ രേണു സുധി ഇപ്പൊ കാണുന്ന അമ്മ ഒന്നും ഇൻട്രോഡ്യൂസ് ചെയ്യില്ല. അവിടെ തന്നെ എന്തൊക്കെയോ ഫ്രിക്ഷൻസ് ഉണ്ട്. ഈ പയ്യൻ അച്ഛൻ കല്യാണം കഴിച്ചു പോയി, ഇപ്പോൾ അത് അമ്മയായിട്ട് ഇരിക്കുന്നുണ്ട്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. അതിനപ്പുറം ഒന്നും ഇല്ലാന്നുള്ളത് സംസാരത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ട്, വീണയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് കാര്യങ്ങളിലായി, ഇങ്ങനെ പൈസ കൊടുക്കണം അങ്ങനത്തെ രീതിയിൽ ഉള്ള രീതിയിൽ പൈസ കൊടുത്ത് ഡിവോഴ്സ് ആയി. അത് കഴിഞ്ഞിട്ടാണ് അമ്മേനെ കെട്ടുന്നത് ഇഷ്ടപ്പെട്ട. അങ്ങനെ കൊല്ലത്തൊക്കെ സംസാരിച്ച് റെഡിയായി. ഞാനും അച്ഛനും അമ്മയും എല്ലാവരും കൊല്ലത്ത് നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊല്ലത്ത് വെച്ചിട്ട് ചെറിയൊരു പഴക്കായി ഞങ്ങൾ കോട്ടയം പോകുന്നു. സ്റ്റോറി സ്റ്റാർട്ട്സ് നൗ എന്ന് പറയാം. അതായത് എഗെയിൻ ആദ്യം അമ്മ പോയി, അച്ഛൻ വേറെ കല്യാണം കഴിക്കുന്നു, അച്ഛൻ ജീവിതം അവസാനിപ്പിക്കാൻ നോക്കുന്നു, പിന്നെ ആ കല്യാണവും പോകുന്നു, അതിലും അടിയും കച്ചറിയും, എന്നിട്ട് പൈസ കൊടുക്കുന്നു, അതിൽ പൈസ സെറ്റിൽമെന്റും, പിന്നെ വേറൊരു അമ്മ വരുന്നു, ആ അമ്മയും അടിപിടി കച്ചറ വീട്ടിൽ വിഷയങ്ങളാവുന്നു, അവർ വീണ്ടും അവിടെ മാറിപ്പോകുന്നു. കിച്ചു നീ സീരിയസ്ലി ഞാൻ ആരും ഓക്കെ എന്ന് ചോദിക്കാൻ നമ്മൾ ആരും അല്ല. നീ ഓക്കെ ആയില്ലെങ്കിൽ വലിയ അത്ഭുതമൊന്നുമില്ല, മനസ്സിലായോ? വലിയ അത്ഭുതമൊന്നുമില്ല. ചെറിയ പ്രായം, അതിനിടയിൽ ഇത്രത്തോളം ട്രോമകൾ. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മൂല കാരണം ഈ കൊല്ലം സുധിയാണ്. മരിച്ചാലും അയാൾ പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം ഈ പയ്യനൊക്കെ ഈ രീതിയിലുള്ളൊരു ലൈഫ് ഉണ്ടാവേണ്ട ഗതികേട് ഉണ്ടായത് ഈ ഒരൊറ്റ അതുല്യ കലാകാരനെ കൊണ്ടാണ്. സ്റ്റേജിൽ ആൾക്കാർ ചിരിപ്പിക്കുന്നുണ്ടാവും, കോമഡി പറയുന്നുണ്ടാവും, ഇയാളുടെ പെർഫോമൻസ് കണ്ട് കൈയടിച്ചിട്ടുണ്ടാവാം, ചിരിച്ചിട്ടുണ്ടാവാം, എല്ലാം ഓക്കെയാണ്. പേഴ്സണൽ ലൈഫിൽ സ്വന്തം മക്കൾക്ക് പോലും ഇത്രയും ട്രോമ കൊടുത്ത് പേഴ്സണൽ ലൈഫ് ഇത്രയും ദുരന്തമായി കൊണ്ടുവന്ന് അങ്ങനത്തെ ഒരാൾ സ്റ്റേജിൽ ചിരിപ്പിച്ചു, അല്ലെങ്കിൽ സ്റ്റേജിലെ കലാകാരൻ എന്നുള്ളതുകൊണ്ട് അയാൾ ഈ മഹാനായ അതുല്യനായ കലാകാരൻ എന്നൊന്നും പറഞ്ഞാൽ മാറ്റി പാടാതിരിക്കാം. നോട്ട് എനി ഓക്കെ. പിന്നെ കണ്ടില്ല, ഈ കൊല്ലം എനിക്ക് തോന്നുന്നു ഈ അച്ഛൻ്റെ വീട് ഈ പയ്യൻ കിച്ചുവിന് ഭയങ്കര ആവശ്യമുള്ളതും ക്ലോസ് ആയതുള്ള ഒരു കാര്യമാണ്. അവർ ആവശ്യമുള്ള സമയത്ത് ആ ഫാമിലി ഒപ്പം നിന്നിട്ടുണ്ട്, ഇപ്പോഴും ആ പയ്യനൊപ്പം നിൽക്കുന്നുണ്ട്. അവർ കുറച്ചും കൂടി ഇവനെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് പല സാഹചര്യങ്ങളും. അത് ഈ വീഡിയോനകത്ത് നമ്മൾ പറയുന്നുണ്ട്. അതായത് കൃത്യമായി അവർ ചെയ്യേണ്ട ഇവൻ്റെ ലൈഫിൽ അവരാണ് എനിക്ക് തോന്നുന്നു അച്ഛൻ വീട്ടുകാരാണ് കറക്റ്റ് എല്ലാം ചെയ്തു കൊടുത്തത്, ഒപ്പം നിന്നത്. അതിനുള്ള മനസ്സായിട്ടുള്ളത് നന്നായി. അങ്ങനെ ആ ഒരു സൈഡിലെങ്കിൽ ഇവനൊരു മനസ്സമാധാനം കിട്ടിയിട്ടുണ്ടല്ലോ. കോട്ടയത്തെ ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, സൂപ്പറായിരുന്നു. ഇങ്ങനെ ഞാൻ കൂടുതലും വീട്ടിൽ കൊല്ലത്തേക്ക് പിന്നെ ഇങ്ങനെ അച്ഛമ്മ പുറത്തോട്ട് കളിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ കൂട്ടുകാർ അങ്ങനത്തെ രീതി കളിക്കാനൊന്നും പറ്റില്ല. എന്താ ചേച്ചി പാറു ഞാൻ അങ്ങനെ ഒരു സെറ്റ് കളിക്കത്തുള്ളൂ. അപ്പൊ ആരോഗ്യം പുറത്തേക്ക് കളിക്കാൻ, പക്ഷേ വഴക്ക് കിട്ടും. എങ്കിലും അറിയാതെ കുളിച്ചോട്ട് പോയിട്ട് വരും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയി. ഞാൻ അച്ഛൻ അമ്മ പിന്നെ അവിടുത്തെ രീതിയിൽ ഭയങ്കര ഫ്രീഡം. ഞാൻ അച്ഛൻ എപ്പോഴും കാണുന്നു അങ്ങനത്തെ ഇതായി. പിന്നെ ആ ഒരു കഴിഞ്ഞ് കോട്ടയത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തൊക്കെയോ എവിടെയുണ്ടോ എല്ലാവരും ഇങ്ങനെ കോട്ടയത്ത് നിന്ന് ആദ്യമൊക്കെ സെറ്റപ്പ്, പിന്നെ അങ്ങോട്ട് പോകാൻ എന്തൊക്കെയോ ഇതാണ്. എല്ലാവരുടെ ഒരു സ്വഭാവമൊക്കെ ഒരു മാറ്റം, എന്തൊക്കെയോ പറയണമെന്ന് എനിക്ക് ബാക്കി പറയാം. ഒരു കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ഒരു റൂമിനകത്ത് ഇങ്ങനെ അതിനകത്ത് ഗെയിം കളിച്ച ലൈഫ് മൊത്തം ഒരു ഭയങ്കര ഇങ്ങനെ അതാണ് കാരണം അതുമല്ല വേറെ. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം. അവിടെ തൊട്ടെന്നാണ് എൻ്റെ ഒരു എന്താണ് ഒരു തുടക്കം. ഒരു റൂമിനകത്ത് ഇങ്ങനെ കമ്പ്യൂട്ടറും കളിച്ച് ഇങ്ങനെ അതിനകത്ത് എന്ന് പറഞ്ഞാൽ വേറെ കാശില്ല. അച്ഛൻ മാത്രം എൻ്റെ റൂമിൽ കയറി എനിക്ക് ഫുഡ് കാര്യം പോകും. ഇടയ്ക്ക് കൃതപ്പം റൂമിൽ വന്നിരിക്കും. കൃതപ്പം ഞാൻ മടി കിട്ടി കീബോർഡ് കൃതപ്പം കളിച്ചോണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ആരടുത്തും മിണ്ടത്തില്ല. എന്തോ ഒരു അപ്പം ഈ ഫ്രീഡം എന്ന് പറയുന്ന സംഗതി അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയർ നല്ല അടിപൊളിയായിരിക്കും. ഇപ്പോൾ കൊല്ലത്ത് അച്ഛൻ്റെ വീട്ടുകാർ പുറത്ത് കളിക്കാൻ പറ്റില്ലെങ്കിലും വേറെ എന്താ പറയുക കുറേ കാര്യങ്ങൾ ഒഴിച്ചു വിട്ടില്ലെങ്കിലും അവർ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട് ഭയങ്കര മര്യാദയ്ക്ക്. പക്ഷെ അവിടുന്ന് കോട്ടയത്തേക്ക് എത്തുമ്പോൾ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീഡം എന്ന് പറഞ്ഞ സംഗതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അറ്റ്മോസ്ഫിയർ വേണം കിട്ടാൻ. അതെ റൂമിൻ്റെ അകത്ത് മാത്രമായി വിട്ട് ഒതുങ്ങി പോയെന്നു. പുറത്തു പോകുന്ന കുട്ടിക്കാലത്ത് പുറത്തു പോകുന്നതും കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളൂ മക്കൾക്ക്. നമുക്കൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ഫ്രീഡം അതായിരുന്നു. പക്ഷേ ഈ പയ്യൻ എന്താ പറയുക, പയ്യൻ ആ ചെറുപ്പകാലത്ത് അത് ഇവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ് വരുന്നത് മനസ്സിലാക്കില്ല. അതായത് കൊല്ലത്തുനിന്ന് കോട്ടയത്തേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ സുധിയും രേണും തുടങ്ങിയ അവരുടെ ആ പുതിയൊരു ജീവിതത്തിൽ ഋതപ്പനടക്കം വന്നപ്പോൾ
ഇവൻ ഒറ്റപ്പെടുത്തി എൻ്റെ സംസാരത്തിൽ പറയാതെ വെച്ച പല കാര്യങ്ങളും ഫില്ല് ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യം. പക്ഷേ വേറെ ആളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ ഫില്ല് ചെയ്യാൻ പാടില്ല. അത് അയാൾ തന്നെ പറയണം. അയാൾ പറയുമായിരിക്കും, ഇത്രയും പറയാതെ പറയുമായിരിക്കും. പറയാതെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ കണക്ട് ആവും. നമ്മളാരും പൊട്ടന്മാരല്ലോ. ലൈഫിൽ ഒറ്റപ്പെട്ടൊരു കമ്പ്യൂട്ടറിന് മുന്നിൽ മാത്രം 3-4 കൊല്ലം ഒരു റൂമിനകത്തിരിക്കേണ്ട ഒരു അവസ്ഥ, പലരുടെയും മുഖം മാറി അല്ലെങ്കിൽ പലരും അപ്രോച്ച് ചെയ്യുന്ന രീതി മാറി എന്നൊക്കെ പറയുമ്പോൾ ആ പയ്യൻ ആ വീട്ടിൽ ഏത് തരം കൺസിഡറേഷൻ ആണ് കിട്ടി തുടങ്ങിയത് ആർക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. മനസ്സിലായോ? സുധിയുടെ ആദ്യ ഭാര്യയിലെ മകൻ 2 കല്യാണം കഴിഞ്ഞാൽ 3ാമത്തെ കല്യാണം ചെയ്യുന്നതായിട്ട് അതിലൊരു കുട്ടി ഉണ്ടാകുമ്പോൾ ഈ പയ്യൻ ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാൻ നീ അനുഭവിച്ച വിഷയങ്ങൾ എന്താണെന്നൊക്കെ നീ ഒറ്റപ്പെടുന്ന കമ്പ്യൂട്ടറിന്റെ ഗെയിമുകളിൽ പറയുമ്പോൾ പോലെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യം ഇനി രേണു ഫില്ല് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. രേണു അതിനെന്ത് കൗണ്ടറായിട്ട് വരുന്നുള്ളത്. ഈ പയ്യൻ അവൻ്റെ വിഷമവും അവൻ്റെ സങ്കടവും പറഞ്ഞില്ലെങ്കിൽ പോലും ആ വാക്കുകൾ അതുണ്ട്. അപ്പോൾ അതിനിപ്പോൾ വന്നിട്ട് എൻ്റെ മോനെ കിച്ചു എന്നൊക്കെ പറഞ്ഞുള്ള കെട്ടിപ്പിടുത്തവും കാറിലിരുത്തലും ഞാൻ എന്നെ നോക്കിയില്ലടാ, ഞാൻ നിന്നെ പറഞ്ഞില്ലടാ, എൻ്റെ വീട്ടുകാരിൽ നിന്ന് ഇതൊക്കെ കാണുമായിരിക്കും വരും ദിവസങ്ങൾ. അങ്ങനത്തെ നാടകങ്ങളൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചു. അച്ഛന്റെ ആ സമയത്ത് അച്ഛനെ കിട്ടുന്ന ഒരു സ്നേഹം എന്താണെന്ന് വെച്ചാൽ ഒരു പൈസ മാത്രം കിട്ടുന്ന ഒരു സ്നേഹം എന്ന് വെച്ചാൽ വേറെ ആരും ഞാൻ അവിടെ സംസാരിക്കത്തില്ല. ഇവിടെ സ്വഭാവം എല്ലാം ഒരുമാതിരി സ്വഭാവം ഇവരുടെ. ഇവിടെ അവിടെ ജോലിക്ക് പോകത്തില്ല, അതിന് അടി. പിന്നെ എന്ത് പറഞ്ഞാലും ഇവർക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും കാരണം ഇതൊക്കെ പറയണമെങ്കിൽ കുറെ കാര്യമുണ്ട്. എനിക്ക് പറഞ്ഞാൽ എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല ഇതൊക്കെ. എടാ, ഇത് നീ പറയുന്ന കാര്യമില്ല. ആ ടൈമിൽ നിന്റെ അച്ഛൻ മരണപ്പെട്ട അച്ഛൻ തന്നെ ഒരു വീഡിയോ ഇട്ട് ഒരു ചാനലിനകത്ത് അന്നത്തെ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ സമയത്തൊക്കെ എസ്പെഷ്യലി കടം വാങ്ങിയാൽ കൊടുക്കാത്തതും കടം വാങ്ങാൻ വേണ്ടി വിളിക്കുമ്പോൾ ഒരു വർത്തമാനം, കടം മേടിച്ചവർ പിന്നെ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ വേറൊരു സംസാരവും ഒക്കെ മലയാളികളൊന്നും വന്നു ഒരു ഐറ്റങ്ങളാണ്. ഓക്കെ, അതുകൊണ്ട് നീ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിനക്കതൊരു റോളില്ല. നിന്റെ മരണപ്പെട്ട അച്ഛനടക്കം എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ച് പേരെങ്കിലും ഈ പയ്യൻ പറയുന്നത് മനസ്സിലായല്ലോ. ഒരാളുടെ മരണം, അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥ അത് കണ്ട് സഹായിച്ച മലയാളികൾക്ക് എന്തിന്റെ പേരിലാണെങ്കിലും കുട്ടികളെ കണ്ട് സഹായിച്ച മലയാളികളാണ്. കുട്ടികളൊന്നും തിരിച്ചൊന്നും പറയും ചെയ്തില്ലെങ്കിലും രേണുവിൽ നിന്ന് വരുന്ന കുറേ സാധനങ്ങളുണ്ട്. രേണു എക്സിസ്റ്റൻസിന് വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ പോലും ഈ പയ്യനെ കൊണ്ട് ഇതുവരെ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ രേണുവിനും ഒരു പങ്ക്. സുധി ഒരു മേജർ കോൺട്രിബ്യൂഷൻ. പിന്നെ രേണു കുട്ടികളെ മര്യാദയ്ക്ക് ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ ഇനി ഇപ്പോൾ വന്നിട്ട് ഒരു ഒറ്റപ്പെടലിന്റെ വക്കിലുള്ളപ്പോഴായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട്സിനെ കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അവരുണ്ടാവും. പക്ഷേ ഫ്രണ്ട്സ് മാത്രം മതിയോ? ഓക്കെ, ഫ്രണ്ട്സ് മാത്രം മതി. ഞാൻ ചോദ്യം ചോദിക്കാം. പേരിലെങ്കിലും അച്ഛൻ കല്യാണം കഴിച്ചു 3ാമത് കല്യാണം കഴിച്ച ലേഡി ഉണ്ട്. കൊച്ചിനിപ്പോ 2ാമത്തെ രജപ്പൻ വളർന്നു വരുമ്പോ അവനും പറയും ഓരോരോ കഥകൾ. എന്നും ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അച്ഛൻ്റെ പേരും വെച്ചാണ് അവർ നടക്കുന്നത്. വളർത്തമ്മയാണ്. പക്ഷേ ആ അമ്മി മര്യാദയ്ക്ക് അറിയാത്തതുകൊണ്ടായിരിക്കണം ഈ ചെക്കൻ ആയിരിക്കണം ആണ് ഈ ചെക്കൻ ഇപ്പോൾ വീണ്ടും ഒറ്റപ്പെടൽ വക്കിലായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകും വിളിച്ച് പറയാൻ പറയുന്നത്. കേൾക്കാം. ഇവിടേക്ക് ഞാൻ നേരെ ആദ്യം അനുവേട്ടനെ വിളിച്ചിട്ട് എന്തോ പറ്റിയ അനുവേട്ട അച്ഛന്. അനുവേട്ടൻ പറഞ്ഞിങ്ങനെ രക്ഷിക്കാൻ പറ്റിയില്ലടാ, സോറി എന്ന് പറഞ്ഞിട്ട് ഫോൺ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഫോൺ എടുത്ത് എറിഞ്ഞ്. എന്തോ അനുവേട്ട പറയുന്ന, അങ്ങനെ അനുവേട്ട ചോദിച്ചാൽ എന്തോ അനുവേട്ട പറയുന്ന. അപ്പ ഒരു കാലിന്റെ എന്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്നു എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്റെ വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കൊണ്ട് കഴിഞ്ഞിടക്കുള്ള ഒരു പറഞ്ഞുതരാം. വണ്ടി പൊക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവര് നേരെ എനിക്കപ്പോഴും എന്റെ മനസ്സിൽ വിചാരം വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതാണോ, അത് എനിക്കോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ചെന്നാൽ എനിക്ക് സമാധാനം കിട്ടുള്ളൂ, എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാർ ഇങ്ങനെ പൊക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇവര് അടിച്ചുപൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എന്റെ മനസ്സിലെ വരുന്നെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും. ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും, എനിക്ക് ആ ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ എന്ത് ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവര് 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്. കൊള്ളാം, അടിപൊളി ഫ്രണ്ട്സ്. സങ്കടത്തിലും 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി അടിച്ചുപൊളി. ഒന്നും മിണ്ടാതെ എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഒന്നിനോടൊന്നും ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരെ ഞാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന ആദ്യ അച്ഛനെ അവിടെ പോയി കണ്ട്. സുധിയുടെ മരണ ദിവസം മരണം സംഭവിച്ചത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നടന്നതാണ് നമ്മളിപ്പോ കണ്ടത്. പോണ വഴിക്ക് അടിച്ചുപൊളി 5 സ്റ്റാർ ഹോട്ടല്. കൊള്ളാം, സൂപ്പർ. ഉള്ള കാര്യങ്ങൾ പലതും രേണു പറഞ്ഞ് നമുക്കറിയാം. മരണത്തിന്റെ തലേന്ന് മരണം സംഭവിച്ചിട്ടും അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളത് രേണുവിന്റെ വേഷം കേട്ടിട്ടുണ്ട്. പയ്യൻ അനുഭവിച്ച വിഷയങ്ങൾ ആദ്യം കേൾക്കണമല്ലോ.
ഈ പയ്യനെ കൊണ്ടുപോയത് ഏത് പരനാറി ചെറ്റ തെണ്ടി പെറുക്കികളാണെന്നുണ്ടെങ്കിൽ അത്രയും തെണ്ടിത്തനം കാണിക്കണ്ടായിരുന്നു. ഒരാൾ വിഷമത്തിലൂടെ അവിടെ ട്രാജഡി ആയിട്ടിരിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ സുഖിച്ചു പോയത് തെറ്റാണ്. ഏത് കൂട്ടുകാരായാലും സ്വന്തം അച്ഛൻ മരിച്ച ഒരു മകനെ കാറിലെഴുതി കൊണ്ടുപോകുമ്പോൾ 5 സ്റ്റാർ ഹോട്ടലൊക്കെ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തന്തയ്ക്ക് പറക്കാൻ പറ്റില്ലല്ലോ. തന്തയില്ലായ്മ എന്ന് പറയേണ്ടി വരും. അങ്ങനെയും പറയാൻ പറ്റില്ല. എന്നാൽ അങ്ങനത്തെയൊക്കെ പറയേണ്ട ആളുകൾ കുറച്ച് പള്ളിക്കാരും പിന്നെ സുധിയുടെ അളിയൻ മീൻസ് ആ ടൈമിൽ ഇവൻ അളിയൻ എന്ന് പറയണമെങ്കിൽ രേണുവിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിരിക്കണം. ഇവരുമാണ് ഈ പന്നത്തരം കാണിച്ചതെന്നുള്ളതാണ് ലേറ്ററാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും ഒരു ബോധവും ബുദ്ധിയും വേണ്ടേ? ചെറിയൊരു പയ്യൻ അച്ഛൻ മരിച്ചിട്ട് ആ ഷോക്ക് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിലും വേണ്ടേ? അതെ അതെ. ഫുഡ് അടി, വെള്ളമടി, ഇതിനിടയിൽ പയ്യൻ ഇരിക്കുമ്പോൾ തന്നെ പയ്യൻ്റെ അച്ഛൻ്റെ മരണ വാർത്ത വീഡിയോയിൽ ന്യൂസായിട്ട് കാണുന്ന ആ ചെറ്റത്തൊക്കെ കാണിച്ചവന്മാരുടെ ഒരു പറയുന്നത് അതും ഇവൻ അനുഭവിക്കേണ്ട അവസ്ഥ. മരണശേഷം ഇനി ഉണ്ടാക്കി പറയാം അങ്ങനെ അനുഭവം പറ്റുണ്ടാ. അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കോളാം, ഇതിന്റെ പരിപാടികളെല്ലാം നോക്കിക്കോളാം, എന്താന്ന് വെച്ചാൽ അവർ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരതൊക്കെ ചെയ്യുന്നു. ഇതിന്റെ ഇടയ്ക്കാണെങ്കിൽ കൊല്ലത്ത് ബോഡി കൊല്ലത്ത് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു. അതിന്റെ ഇടയ്ക്ക് ഈ വണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ കൊല്ലത്ത് കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കുന്നു. പള്ളിക്കാരോ എന്റെ കൂടെ ഇരിക്കുന്ന മൊത്തം കുറെ പള്ളിക്കാരും അളിയനും പോവാ. ഇവരാണ് എന്റെ ഫോണൊക്കെ വാങ്ങി വെക്കുന്നു. പറഞ്ഞാൽ മതി, പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെ. എന്നിട്ട് ഞാൻ എറണാകുളത്ത് ചെന്നപ്പോഴത്തേക്ക് അനുപ എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞെങ്കിൽ കൊല്ലത്തുകൊണ്ട് കാണിക്കണം. ഞാൻ ആ സ്റ്റാൻഡിൽ നിന്നിട്ട് രാത്രി കൊല്ലത്തുകൊണ്ടൊക്കെ കാണിച്ച് തിരിച്ചു വന്ന്. ഈ കൊല്ലം സുധിയുടെ മരണശേഷം ഈ പള്ളിക്കാരും പള്ളിയിൽ അടക്കിയതിൻ്റെ വിഷയങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ എയറിലായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. എഗെയിൻ ഞാൻ പറയുന്നു, ഇവിടെ ഈ പയ്യൻ്റെ അനുഭവങ്ങൾ. അതെ അതെ, പണ്ടും ആരുമില്ല സ്നേഹിക്കാൻ, ഇപ്പോഴും ആരുമില്ല എന്നതാണ് സത്യം. ഇപ്പം പക്ഷെ 1-2 ഫ്രണ്ട്സ് ബന്ധുക്കളെന്തോ ഉണ്ട്, പക്ഷെ പണ്ടാരും ഇല്ലായിരുന്നു. ആ ഒരു മരണസമയത്ത് പോലും ഇങ്ങനെയൊക്കെ നടന്നോ? ഇവൻ ബോഡി അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറഞ്ഞ് കുറെ പേര് അടിയെന്നു അനുഭവിച്ച കാര്യങ്ങൾ. ഈ ഒരു ലെവൽ ഓഫ് ട്രോമ കിട്ടിയ ഒരാൾ, ഈ പയ്യൻ, ഞാൻ ആ ലഹരിയുടെ ഭാഗങ്ങളൊന്നും അധികം എടുത്ത് വെച്ചിട്ടില്ല. ഈ പയ്യൻ പറയുന്നത് അങ്ങനത്തെ കേസും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇവൻ്റെ പേരിൽ പറഞ്ഞു കേട്ടതൊക്കെ ഒരു ത്രെട്ടനിങ് രീതിയിലൊക്കെ വീഡിയോ ആക്കി ചെയ്തവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോ വന്നിട്ടുണ്ട് പലരും. എന്നോട് പേഴ്സണലി ഷെയർ ചെയ്തപ്പോൾ ഞാൻ ആരും നോക്കാനില്ലാതെ വഴിതെറ്റി പോയതായിരിക്കും. ഇപ്പം വേറൊരാൾ തിരിച്ചു വരുന്നുണ്ട്, അതായത് ഇവന്റെ കൊച്ചനിയൻ. അവനെ ഇപ്പോഴേ ആരും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. ആ കൊച്ചു പയ്യനെ രേണു നോക്കുന്നില്ല, പിന്നെയാണ് വലിയ പയ്യനെ. എന്തോ പറയാനാണ്? ഇടാതിരുന്നതൊക്കെ നമുക്ക് ഈ പയ്യൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുമല്ലോ. പയ്യനോട് പറയാനുള്ളത്, കിച്ചുവിനോട് പറയാനുള്ളത്, നീ അനുഭവിച്ച കാര്യങ്ങളൊന്നും ചെറുതല്ല. ഇതുകൊണ്ട് നീ ലഹരിയുടെ വഴിക്ക് പോവാതിരിക്കുക. ഓക്കെ, ഉപയോഗം നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഇപ്പം നീ വന്നിരുന്ന് ഈ കാറിനകത്ത് നീ അനുഭവിച്ച കാര്യങ്ങൾ പറയുന്നു, അത് ഒരു എന്താ പറയുക, വലിയൊരു പങ്ക് നിൻ്റെ അച്ഛനാണ്. നാളെ നീയും ഒരു കുട്ടിയാകുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളുടെ ഈ ഉപയോഗവും പ്രശ്നങ്ങളൊക്കെ കാരണം നിൻ്റെ ജീവിതം ചിലപ്പോൾ താളം തെറ്റാം. നീ അതിലേക്ക് പോകാൻ പാടില്ല. കാരണം നീ എങ്ങനെ താളം തെറ്റിയ ഒരാളുടെ ജീവിതത്തിൽ മകനായി ജനിച്ചു എന്നുള്ളത് എക്സ്പീരിയൻസ് ഒരാളാണ്. അതുകൊണ്ട് നീ നന്നായി വളരണം, നന്നായി ജീവിക്കണം. ട്രോമാസ് ഫീൽ ചെയ്ത് അതൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറയാന്നുള്ളതിൻ്റെ ഗതികളാണ്, അത് പറഞ്ഞ് തീർക്കുക. ഓക്കെ, അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരും ഒപ്പം നിൽക്കുന്നവരൊക്കെ കാണും. ലഹരി വഴിയിൽ പോകാതിരിക്കുക. പിന്നെ നിന്നോട് കാണിച്ചിട്ടുള്ള ലഹരിയുടെ വഴിക്ക് പോവാതിരിക്കുക. നിങ്ങൾ വീഡിയോ കാണും, നിങ്ങളും നിർത്തുക. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഇങ്ങനെയൊക്കെ വഴിതെറ്റി പോകും. ഈ പറഞ്ഞ പോലെ വള്ളിക്കാരാണെങ്കിലും അളിയനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും മരണം വിറ്റ് അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർമ്മ എന്ന് പറഞ്ഞ സാധനം തിരിച്ചു കിട്ടിക്കോളും. ഇതെല്ലാം പരിപാടിയെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ഈ പള്ളിക്കാരും ഈ പപ്പ, അമ്മയുടെ അച്ഛൻ കൂടെ ഒരു ബില്ല് റെഡി ആയിക്കൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നു. 1,80,000 രൂപ അങ്ങാണ്ട് മൊത്തം അച്ഛൻ്റെ സംഭവങ്ങളെല്ലാം ഇതാക്കിയതിന് 1,80,000 രൂപ ബില്ലെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നത്. ഫ്ലവേഴ്സുകാരുടെ കൊടുക്കുന്ന പറഞ്ഞിട്ട് എൻ്റെ കൊണ്ട് തന്നു. ഞാൻ അപ്പം അനൂപൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്ന. അനൂപേട്ടൻ പറഞ്ഞൊരു പുള്ളിയും കൂടെ വിടാം, എന്നിട്ട് നീയും ആ ചേട്ടനും കൂടെ പോയി എല്ലായിടത്തും നീ തന്നെ പോയി ബില്ലുണ്ടാക്കി
ഇതാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും മായില് വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടനും ആ ചേട്ടനും കൂടെ വന്ന് ഞങ്ങള് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അവിടെ ഇവിടെ പോയി എല്ലാവരും ബില്ല് റെഡിയാക്കി 89,000 രൂപ എങ്ങാണ്ടാന്ന് തോന്നുന്നു മൊത്തം. ഞാൻ ഡയറക്റ്റ് തന്നുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പൈസയൊക്കെ കുറച്ച് തന്നു. ഇങ്ങനെ മൊത്തം ഒരു 89 രൂപ എങ്ങാണ്ട് ബില്ലായി. അത് ഞാൻ ഇട്ട് കൊടുത്തു ഫ്ലവേഴ്സായിട്ട്. അത് അനൂപേട്ടനും എല്ലാവരും കൂടെ ചെയ്തതെല്ലാം പൈസ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കഴിഞ്ഞ്. എന്താണ് ഇവിടെ 1 എത്രയോ പറഞ്ഞു. അതിൽ നിന്ന് അവൻ നേരിട്ട് പോയി എല്ലാം നോക്കിയപ്പം 80 ഒതുങ്ങി. കുറച്ചൊക്കെ ഇവൻ നേരിട്ട് പോയപ്പം കുറച്ചതായിരിക്കും, കുറച്ചൊക്കെ കമ്മീഷൻ അടിക്കാൻ നോക്കിയെന്ന് തോന്നുന്നു. ഇടയ്ക്കോട് ആരൊക്കെയോ. കൊള്ളാം, കുടുംബക്കാരി എന്നെ വിറ്റ് തിന്നാൻ നോക്കുന്നു. ഒറ്റയ്ക്കായി ഞാൻ തങ്കൻ്റെ അണ്ടി. ഈ രേണുവിൻ്റെ അച്ഛനാണ് വലിയ ഡയലോഗായിരുന്നു ആ വീടിൻ്റെ വിഷയത്തിലൊക്കെ വന്നിരുന്നുണ്ട്. എന്തോ വലിയ എന്താ പറയുക കളക്ടർ പവറിലൊക്കെയാണ് മൂപ്പര് വന്നത്. എന്തൊക്കെയായാലും അവരല്ലേ ഫ്ലവേഴ്സ് നോക്കും. എന്തായാലും ഈ 2ാം അമ്മ എന്ന് പറഞ്ഞ് 3ാം അമ്മ എന്നും പറഞ്ഞ ഒരാൾ വന്നില്ലേ, അവരപ്പനല്ലേ കുറച്ച് പൈസയെങ്കിലും കൊടുക്കേണ്ട. അവരെല്ലാം റെഡിയാക്കി കൊണ്ട് ഇവന്റെ കൊടുത്ത് ഇവനെ ഒറ്റയ്ക്കാക്കി. എല്ലാം നീ ചമന്ന വന്നു. കൊള്ളാടാ. മൂപ്പര് ഭയങ്കര ജോലിയാണ്, അങ്ങനെയാണ്, എനിക്കറിയാത്ത പരിപാടികളുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം മകളുടെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ ശേഷക്രിയ ചെയ്യാനുള്ള പൈസ പോലും ആ ഇത്തിരി പോകുന്ന ചെക്കൻ്റെ കയ്യിൽ ബില്ല് കൊണ്ടുപോയി കൊടുത്ത തങ്കന അണ്ടി എന്നല്ലാതെ പിന്നെ എന്ത് പറയാൻ. അല്ല, അതിൽ പറയേണ്ട വേറെ കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അളിയനാണെങ്കിലും തന്തപ്പിടിയാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ശേഷക്രിയ ചെയ്യാനോ അല്ലെങ്കിൽ അയാളുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു വകുപ്പ് പോലും നിങ്ങൾക്ക് ആർക്കും എന്തായാലും ഇപ്പം ഇവൻ ഒറ്റയ്ക്കായെന്ന് തോന്നുന്നു. അതാണ് ഇതെല്ലാം വന്നിരുന്നു ഇങ്ങനെ പറയുന്നതെന്നും തോന്നുന്നു. ആരെയും നോക്കാനില്ല. എന്താ പറയുക, കൂടിപ്പോവും. വേണ്ട, ഇതിൽ ഫ്ലവേഴ്സ് ആണെങ്കിലും ഈ അനൂപാണെങ്കിലും മഹാസംഘടനയാണെങ്കിലും ഒപ്പമുള്ള ബാക്കിയുള്ളവരാണെന്നുണ്ടെങ്കിലും അവർ ഈ ചെക്കനെ ചേർത്ത് പിടിച്ചത് ഭയങ്കരമാണ്. ആ കുടുംബത്തിന് ചേർത്ത് പിടിച്ചത് ഭയങ്കരമാണ്. പക്ഷെ അത്ര പോലും ബാക്കി വേണ്ടപ്പെട്ടവർ ചെയ്തില്ല എന്നുള്ളത് അത് നിങ്ങൾ ആലോചിക്കൂ. 1,89,000 82,000 കണ്ട ബില്ല് തങ്കം കൊണ്ട് കൊടുത്തന്നു. നേരിട്ടാവും പോയപ്പോ 80 ഒതുങ്ങി, ഒന്ന് കുറഞ്ഞ് കൊണ്ടുപോയി കൊടുത്തത്. ചെക്കൻ ഇറങ്ങി ബില്ലിന് വേണ്ടി പോയ സമയത്ത് 80,000. അപ്പൊ 1 ലക്ഷം കക്കാൻ വേണ്ടിയുള്ള പ്ലാനല്ലേ ഇട്ട് അല്ലേ? നിങ്ങൾ ആലോചിക്കുക, കക്കാനുള്ളതോ അല്ലെങ്കിൽ ആ 1 ലക്ഷം ഇങ്ങനെ 1 ലക്ഷം പേര് ഇപ്പോൾ ഇവൻ നേരിട്ട് ചെന്നു കിച്ചു. എന്നാലും കുറച്ചു കൊടുക്കുന്നതിനൊരു പരിധിയില്ലേ? 1 ലക്ഷം രൂപയൊക്കെ കുറയൂ. അത് ഒരു സ്ഥലത്തു നിന്നല്ല കേട്ടോ, പല സ്ഥലങ്ങളിൽ നിന്നുള്ള ബില്ലാണ് ഈ 1.80 എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. അത് 89 ആവുന്നു. അതായത് 1 ലക്ഷം രൂപയുടെ വേരിയേഷൻ വരുന്നു. അതൊന്നും അടിച്ചു മാറ്റാനാണേ. അതാ ഞാൻ പറഞ്ഞു, ഇവര് കുട്ടുംപട്ടക്കം സീനാണ്. എൻ്റെ ഒരു പാസ്റ്റ് ആ സമയത്ത് അങ്ങനെ ആയിപ്പോ എനിക്ക് എൻ്റെ ഒരു ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ചിന്തിച്ച എനിക്ക് പിന്നെ അങ്ങോട്ട് എന്റെ ഒരു വിഷമങ്ങൾ പറയാൻ എനിക്ക് ആരും ഇല്ല, ഒന്നിനും ഇല്ല. മനസ്സിലായ ആണ് എനിക്കൊരു എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു ഇതായിപ്പോ ആ സമയത്ത് ആ ഒരു ഇതിന്റെ പേരിലാണ് ഇപ്പോഴും എന്നെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത്. പക്ഷെ എനിക്കതൊരു തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കി. എന്റെ ഭാഗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തെറ്റായി ഞാൻ മനസ്സിലാക്കി. ഞാനത് മാറ്റിയെടുത്ത് എന്റെ കൂട്ടുകാർ ഇതാക്കി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. പക്ഷെ ആ പേരാണ് എന്നെ ഇപ്പോഴും ഇട്ട് ഇങ്ങനെ ഒരു എന്താ ഭീഷണിപ്പെടുത്താന്നൊക്കെ പറയത്തില്ലേ, ആരും ചെയ്യുന്നതല്ല. ഇപ്പം ഇങ്ങനെ മീഡിയാസ് ആണെങ്കിലും ഇങ്ങനെ മൊത്തം പറയത്തില്ലേ, ഇങ്ങനെ സംസാരിച്ചു നോക്കും, എന്റെ കഥകൾ മൊത്തവും പുറത്തിറങ്ങും. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്റെ ലൈഫ് ഇതാക്കിയ മനസ്സിലാവും. ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇതായിപ്പോയി സമയത്ത് കാട്ടിക്കൂട്ടിയതൊക്കെ ആയിരുന്നു. ശരിക്കും ഇതില് ഉത്തരവാദി ഞാൻ പറയുമ്പോൾ രേണുവാണ്. കാരണം രേണു മീഡിയന്റെ മുന്നിൽ മക്കളെ നോക്കാൻ വേണ്ടി, എനിക്ക് ജീവിക്കാൻ വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു, ഞാൻ കാണിക്കും, ഞാൻ ചെയ്യും, ഇങ്ങനത്തെ ഒരു അയൺ ലേഡി ഇമേജ് സ്വയം ക്രിയേറ്റ് ചെയ്തെടുത്ത് എല്ലാം ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടത്തിലേക്ക് ഞാൻ മാറി എന്ന് പറഞ്ഞ് ഇത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, ആർക്ക്, കിച്ചുവിനും ഋതപ്പനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ ഈ രേണു സുധിയോടൊരു ചോദ്യം. നിങ്ങളുടെ മൂത്ത മകൻ കിച്ചു ഈ രീതിയിൽ പല വേറെ വിഷയങ്ങളും ഉണ്ടാക്കി അത് ഉപയോഗിച്ച് അതിൻ്റെ പ്രശ്നത്തിൽപ്പെട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി ഷോർട്ട് ഫിലിം, മറ്റേ റീൽസ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് അതാണോ വലുത്?
അതോ ഈ പയ്യനെ ഒന്ന് ചേർത്ത് പിടിച്ച് ഇവൻ്റെ ലൈഫ് നോക്കി ഇവനെ ഇതിൽ പ്രശ്നങ്ങളൊന്നും വിടാതെ ആ രീതിക്ക് ഇവനെ കൊണ്ടു നടക്കണോ? അതായത് നിങ്ങളെ ഫാമിലിക്ക് എന്തായാലും പറ്റില്ല, തങ്കനും ടീമിനും പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ? തങ്കനും ടീമിനും പറ്റില്ല, തങ്കൻ ടീമിന്റെ മോളല്ലേ, അവർക്കും പറ്റത്തില്ല. കൊല്ലത്തുള്ള അച്ഛൻ്റെ ഫാമിലി ആണെങ്കിൽ അവർ നോക്കേണ്ട എക്സ്ട്രീം അവർ നോക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ പയ്യൻ പറയുന്നുണ്ട്, ഇപ്പോഴും നോക്കുന്നുണ്ട്. എപ്പോഴും സുധീയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ നിങ്ങൾ കിച്ചൂടെ അമ്മയും കൂടിയാണ്. ആ പയ്യൻ്റെ ലൈഫ് ഇങ്ങനത്തെ ഒരു സ്പോയിൽ സിറ്റുവേഷനിൽ കിടക്കാൻ കാരണക്കാരി ഇപ്പൊ നിങ്ങളാണ് കാര്യം. അതെ അതെ, കാരണം സുധി ഇല്ലല്ലോ, സുധിയാണ് അതിൽ മെജോറിറ്റി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ളത് ഈ പയ്യന്റെ. അടുത്ത എന്തോ പറയുന്നത് നോക്കാം. പക്ഷെ അവൻ ഇനി വലുതായിട്ട് എന്തൊക്കെ പറയാണ്ടാവുമായിരിക്കോ എന്തോ, അറിയാൻ പാടില്ല. പിന്നെ അമ്മയുടെ കാര്യം ഇപ്പൊ നോക്കുകയാണെങ്കിൽ അമ്മ അങ്ങനെ പോകുന്നത് എനിക്ക് എന്താ ഞാൻ ഇപ്പൊ മനസ്സിലായില്ല. ആ ഒരു കണക്ഷനാണ് ഞങ്ങള്. അമ്മ വിളിക്കുന്ന വെച്ചാൽ അമ്മ എന്തെങ്കിലും അമ്മയുടെ കാര്യത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ ഇല്ല അങ്ങനെ ഞങ്ങൾ തമ്മില്. എന്തെങ്കിലും ഒരു ആവശ്യം അങ്ങനത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ മൊത്തം പറഞ്ഞിട്ടില്ല, ഒരു 20% എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടുള്ളൂ. ഒന്ന് മനസ്സിലാക്കിയെടുക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാത്ത ഈ ഒരു അറിയത്തില്ല. താങ്ക് യു ഗൈസ്. കാണാം നമുക്ക് വീണ്ടും. ഇപ്പൊ മനസ്സിലായല്ലോ. എൻ്റെ കിച്ചുമോൻ എന്നെ വിളിക്കാറുണ്ട്. എൻ്റെ കിച്ചുമോനെ ഞാൻ അപ്പൊ പൈസ അയച്ചു കൊടുക്കും, ആവശ്യത്തിന് വിളിക്കും, പൈസ അയച്ചു കൊടുക്കും. അത് മാത്രം നടക്കാറുണ്ട്. അതല്ലല്ലോ ഒരു കുട്ടിക്ക് വേണ്ടത്, ഡ്രാമ ചെയ്ത് കൊടുക്കേണ്ടത്. അതെ, പൈസ മാത്രമല്ലല്ലോ, സ്നേഹം വേണ്ടേ? അത് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ നടക്കുമ്പോൾ എല്ലാം നടക്കുന്നു. അതല്ല വേണ്ട, കുട്ടിക്ക് ആവശ്യം എന്താ? കുട്ടിയുടെ ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കിയ കുട്ടിയെ സമാധാനിപ്പിക്കുന്ന അമ്മയാണ്. എന്താണെങ്കിലും അവനത് കിട്ടിയിട്ടില്ല, അവൻ അറിഞ്ഞിട്ടില്ല, അവൻ എക്സ്പീരിയൻസ് ചെയ്തില്ല എന്നാണ് സംസാരത്തിൽ വളരെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് മാത്രമുള്ളത്, പിന്നെ അച്ഛൻ്റെ വീട്ടിൽ കൊടുത്തുള്ള വേറെ ആരും ഇല്ലാന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കിച്ചുവിനോട് പറയാനുള്ളത് ആരും ഉണ്ടാകുന്ന പ്രതീക്ഷ വേണ്ട, പഠിക്കുക, ഒരു ജോലി ആവുക, സെറ്റിൽ ആവുക, വേറെ വിഷയങ്ങൾക്കോ പരിപാടികൾക്കോ പോകാതിരിക്കുക. ഓക്കെ, നീ പറയുന്നത് കുറേ ആൾക്കാർ കുറേ എല്ലാവർക്കും മനസ്സിലാവും, കണക്ട് ആവും. ഇനി നിനക്ക് ഇതിൻ്റെ ഒരു ഭീഷണി ബാക്കി റിയാക്ഷൻ ചാനലുകളോ യൂട്യൂബേഴ്സിൽ വന്നു വരുന്നത് നീ വിചാരിക്കണം, അങ്ങനെ സാധനം വരാൻ പോകുന്നില്ല. കാരണം ആളുകൾ നീ തുറന്നു പറഞ്ഞില്ല ലൈഫിലുള്ള മിസ്റ്റേക്കുകളൊക്കെ, അപ്പോൾ ആളുകൾ മനസ്സിലാക്കി അത് ആ രീതിയിൽ പെരുമാറുമായിരിക്കും. അതിനുള്ള സ്പേസ് ഒക്കെ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇതൊക്കെ ഉണ്ട് തോന്നുന്നു ബാക്കി ചാനലുള്ളവർക്കും. ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടുള്ള പുറത്ത് കൊണ്ടുവന്നിട്ടില്ല, നീ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സ്വന്തം ഫാമിലിക്കകത്ത് ഇപ്പോൾ ഞാൻ തുറന്നു പറയാം, എനിക്ക് ഈ പയ്യൻ ഇങ്ങനത്തെ വിഷയങ്ങളുണ്ടെന്ന് ചിലപ്പോൾ എന്നറിയാത്ത വിഷയം എന്ന് പറയും, രേണു ഒരു വിഷയപ്പെടുത്താറുണ്ട്. ചോദിച്ചു കൊണ്ട അവസ്ഥയാണ്. മനസ്സിലായോ? നീ എന്നെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ നിന്നെക്കുറിച്ച് പറഞ്ഞാൽ രേണു ഒരു വിഷയം വന്നിട്ടുണ്ടാവും. അപ്പം പറയാൻ എനിക്ക് അതും പറഞ്ഞില്ല, പറയാതെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞത് 20% 20% നമുക്ക് വേണ്ടി 200% എന്താ മനസ്സിലാക്കാം ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നീ ആ പയ്യന് വേണ്ടി കൂടി ഒന്ന് നോക്ക് ചെറുത്. കാരണം നീ അനുഭവിച്ചതിൻ്റെ ഒരു ഇരട്ടിയിലൂടെ വാച്ചക്കൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഋതപ്പൻ്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ ഋതപ്പൻ്റെ ഒരു സൈഡും കൂടി അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ബെറ്റർ അച്ഛനാണ് നോക്ക് അവന് വേണ്ടി. കാരണം കൊല്ലം സുധി ഞാൻ പറഞ്ഞല്ലോ, കൊല്ലം സുധി മരണശേഷമാണ് പുണ്യാളായത്. മരണത്തിന് മുമ്പ് അത്രയും സീനായിരുന്നു. എന്താണെങ്കിലും അങ്ങനെ പറയാതെ പറഞ്ഞൊരു 20% മാത്രം പറഞ്ഞതിൽ നിന്ന് കിച്ചു നേരിട്ട അവസ്ഥകളൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. അതെ അതെ, എല്ലാവർക്കും മനസ്സിലായി. സോ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ ട്രാജഡി കഥകളാണ് നമ്മൾ കേട്ടത്. അത് 20% മാത്രമാണ്. ഫുള്ള് പറഞ്ഞിരുന്നെങ്കിൽ ഇതിലും മികച്ചൊരു കഥ കേൾക്കായിരുന്നു. സോ പാവം, ഒന്നും പറയാനില്ല ഗൈസ്. അടുത്ത വീഡിയോ ഞാൻ എല്ലാവരും വീഡിയോയുമായി കടന്നിരിക്കും. ബൈ ബൈ ഗൈസ്.